എം.കെ. വർഗീസിനോടുള്ള ബി.ജെ.പിയുടെ തണുപ്പൻ പ്രതികരണമാണ് അദ്ദേഹത്തെ കോൺഗ്രസിൽ തിരിച്ചെത്തിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സീറ്റ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ലഭിക്കാതായതോടെ തറവാട്ടിലേക്ക് മടങ്ങാൻ എം.കെ. വർഗീസ് തീരുമാനിക്കുകയായിരുന്നു. തീരുമാനങ്ങളിലും നിലപാടുകളിലും എപ്പോഴും ട്വിസ്റ്റുകൾ കാത്തുസൂക്ഷിക്കുന്ന എം.കെ. വർഗീസിന്റെ കോൺഗ്രസിലേക്കുള്ള മടക്കവും അപ്രതീക്ഷിതമായി. മേയർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ശേഷമുള്ള 3 മാസത്തെ ഇടവേളയിൽ എം.കെ. വർഗീസ് പ്രതീക്ഷിച്ചിരുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കാതെ പോവുകയായിരുന്നു. തൃശൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി എം.കെ. വർഗീസ് രംഗപ്രവേശം ചെയ്തേക്കുമെന്നായിരുന്നു അഭ്യൂഹം. എന്നാൽ ബി.ജെ.പി നേതൃത്വം ഇക്കാര്യത്തിൽ മുൻകൈയെടുത്തില്ല. തൃശൂരില്ലെങ്കിൽ മറ്റെവിടെയും സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് പത്മജ നിലപാടെടുത്തതോടെ ചർച്ചകളുടെ വാതിലടഞ്ഞു. കോൺഗ്രസിലേക്ക് മടങ്ങുന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്ന സന്ദേശം ലഭിച്ചതോടെ ഘർ വാപ്പസി എന്ന തീരുമാനത്തിലേക്ക് എം.കെ. വർഗീസ് എത്തി. 5 വർഷം മേയറായി കോൺഗ്രസ് കൗൺസിലർമാരെ നേരിട്ട ശൗര്യം അങ്ങനെ രാഷ്ട്രീയ അരങ്ങിൽ നിർവീര്യമായി. എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു ഈ മുൻ സൈനികൻ. പോലീസുകാർ മേയറെ സല്യൂട്ട് ചെയ്യണമെന്ന നിർദ്ദേശം മുതൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയുള്ള പ്രസ്താവനകൾ വരെയുള്ള വിവാദങ്ങൾ തൃശൂരിനെ വലം വെച്ചുപോയ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ മേയർ പദവി. എന്തായാലും എം.കെ. വർഗീസ് കോൺഗ്രസിലേക്ക് മടങ്ങുമ്പോൾ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളുമില്ലെന്ന ആപ്തവാക്യത്തിന് ഒരിക്കൽ കൂടി അടിവരയിടാം. ന്യൂസ് ഡെസ്ക് TCV.